ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പൂരിയും കിഴങ്ങ് കറിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണേ. ഇത് നമ്മൾ ഒരു പിടി ചോറാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ചോറ് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഒരു സ്പൂണ് തൈരാണ് ഒഴിക്കുന്നത്. സ്വല്പം പഞ്ചസാര. നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞായിട്ട് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാതെ. കുറച്ച് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യണം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചൊക്കെ എടുക്കുന്നാൽ നല്ല മയത്തോടെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ചപ്പാത്തി നമ്മൾ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂരി ഉണ്ടാക്കാനാണ് മാവ് നനച്ച് പരത്തിയത്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി പറയാം, തുമ്പിക്കുട്ടിക്ക് പൂരി വേണ്ട, ചപ്പാത്തി മതിയെന്ന്. എങ്കിൽ പിന്നെ അതിൽ നമ്മൾ കുറച്ച് മാവൊക്കെ എടുത്ത് ദാണ്ടെ ചപ്പാത്തി അങ്ങ് പരത്തി വെച്ചു. കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കുക്കറിൽ വെച്ച്, പച്ചമുളകൊക്കെ ഇട്ട് കേട്ടോ. ഉണ്ട് ഗ്രാമ്പൂവും പട്ടയും ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഒരു സ്പൂണ്, മല്ലിയില, ഇത്രയും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. എണ്ണയിൽ നമുക്ക് വാട്ടാതെ ചെറുതായിട്ട് ഇവിടെ വെന്തിരിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളിക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ച് അരപ്പൊഴിച്ച് കൊടുക്കുക. നമ്മൾ കാൽമുറി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പാൽ വേണമെങ്കിലും ഒഴിക്കാം. ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കുമേ. അപ്പോൾ എൻ്റെ നല്ല കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിഴങ്ങ് കറിയുടെ റെസിപ്പി. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ് എല്ലാം ചെയ്യണം. ഓക്കേ.